ഈ വൃദ്ധസദനം ഉണ്ടാക്കണമെന്ന് വൃദ്ധസദനത്തിൻ്റെ ഒരു ചരിത്രം അതൊരു വലിയ ചരിത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ആശുപത്രിയിൽ ഒരു വൃദ്ധൻ തുണിയില്ലാതെ കിടക്കുന്ന ഒരു പടം മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ വന്നു. എനിക്ക് എൻ്റെ ഓർമ്മയാണെങ്കിൽ അന്ന് നയനാർ ഗവൺമെൻറ്റാണ് ഒരു വലിയ അസംബ്ലി നിർത്തിവെച്ച് അതൊരു ചർച്ചാ വിഷയം. എന്ന് വെച്ചാൽ കേരളം മുഴുവനും അത് ഭയങ്കര സംഭവമായിട്ട് മാറി. അങ്ങനെയാണ് ഈ ജനറൽ ആശുപത്രിയിൽ 10-ാം വാർഡ് എന്നുള്ളതൊരു വലിയ പേരായി മാറിയത്. അപ്പോൾ ഇത് ഞാൻ കണ്ടു, ഞാൻ വായിച്ചു. വൈകുന്നേരം ഞാൻ നേരിട്ട് പോയി കണ്ടപ്പോൾ അവിടെ വലിയൊരു സഹതാപമാണ്. എങ്കിലും നോക്കിയപ്പോൾ ഏകദേശം ഒരു 10 പേര് വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ അന്ന് രാത്രി തന്നെ മലയങ്കീഴ് പോയി വളരെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുത്ത് പിറ്റേ ദിവസം അതേ സമയം, അതായത് പിറ്റേ ദിവസം ഒരു 10 മണിയായപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്ന് 10 പേരെ എടുത്തുകൊണ്ട് പോയി മലയങ്കീഴ് പാർപ്പിച്ചു. അതെല്ലാം ഒരു എങ്ങനെയാണെന്ന് പറഞ്ഞൂടാ, അതൊരു വലിയൊരു നല്ലൊരു വർക്കായിരുന്നു അത്. പിന്നെ ഇതൊക്കെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇതൊന്നും വലിയ എനിക്ക് തോന്നണില്ല. ഇതൊക്കെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ ഇതിലൂടെ നമ്മൾ ഓരോ ദിവസവും നന്നാകാനുള്ള മാർഗമാണെന്നാണ് ഒരു വലിയൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു പരമസത്യമാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി എല്ലാവരെയും കൂടെ സന്തോഷിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ അവാർഡുകൾ മേടിക്കുക അങ്ങനെയൊന്നും അല്ല. യഥാർത്ഥത്തിൽ ഇതിൽ ഓരോ നിമിഷം ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, 10 വർഷം മുമ്പുള്ള ആനന്ദകുമാർ ഇന്ന് വ്യത്യസ്തനാണ്. എൻ്റെ ഇളയ മോള് പറയും ചേച്ചിമാരുള്ള അച്ഛൻ സിംഹമായിരുന്നു, ഇപ്പം അച്ഛൻ പൂച്ചയാണെന്ന് പറയും.